നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നോക്കുന്നത്. എനിക്കൊരു റിക്വസ്റ്റ് വന്നതാണ്. ജനറൽ റീഡിംഗ് ആണ്, ഇത് എത്രമാത്രം റെസനേറ്റ് ചെയ്യുമെന്ന് അറിയില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പോ നമ്മൾ ഓറക്കിൾ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. കറക്റ്റ് ആയിട്ടുള്ള എനർജി വരുന്നില്ല. ഭഗവാനെ ഓം നമ ശിവായ. ഓക്കെ, ഒരു കാർഡ് വീണിട്ടുണ്ട്. ഭഗവാനെ ഓം നമ ശിവായ. ഇനി കാർഡ്സ് ഒരു പ്രാവശ്യം കൂടെ ഷഫിൾ ചെയ്ത് നോക്കാം. ചില സമയത്ത് ഭഗവാൻ ഒരു കാർഡേ തരാറുള്ളൂ. ഇത്തിരി ഭൂകമ്പമുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നല്ലോ. എല്ലാം ഒരു ഇനി കാർഡ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഭഗവാനെ വരുമ്പോ കുറേ കാർഡുകൾ തരും, ഇല്ലെങ്കിൽ ഒരെണ്ണേ തരുള്ളൂ. പ്രാവശ്യം കുറച്ചധികം കാർഡുകൾ തന്നിട്ടുണ്ട് ഭഗവാൻ. ഓക്കെ, അപ്പൊ നമ്മള് കാർഡുകൾ നോക്കുകയാണ്. ഒന്നാമത്തെ കാർഡ് വീണത് ഇമോഷണൽ കൺട്രോൾ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആർക്കോ ഇവിടെ ഇമോഷൻസിന് ഒരു കൺട്രോളും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്ന വലിയൊരു മേജർ ആയിട്ടുള്ള ഒരു വലിയൊരു ആപത്ത് വരും. അതിൽ നിന്നൊരു വ്യത്യാസം ജീവിതം മൊത്തമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഈ ഒരു ആപത്ത് ഇതിനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇത് വന്നേ തീരുള്ളൂ. അപ്പൊ വലിയൊരു ആപത്ത് വരുന്നുണ്ട്. അതിൽ നിന്ന് പക്ഷെ അതോടുകൂടി നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് പറയുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്. ചില സമയത്തെ നമ്മളെ സ്നേഹിക്കുന്ന ആളെ അകമഴിഞ്ഞ് നമ്മൾ സഹായിക്കും. പക്ഷെ അതിന്റെ പിറകില് നമ്മളുടെ ഒരു ചിന്ത, ഓക്കെ ഇയാൾക്ക് ഇത് മേടിച്ചു കൊടുക്കുക, എന്തായാലും എൻ്റെ ആളല്ലേ, ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുമല്ലോ, അതുകൊണ്ട് ഇതൊന്നും മേടിച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു സ്വാർത്ഥത വരുന്നുണ്ട്. ഇത് നിസ്വാർത്ഥമായിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതല്ല, അത് റിലേഷൻഷിപ്പ്. അതല്ലാതെ തന്നെ നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കരുത് എന്നൊരു ഉദ്ദേശത്തെയാണ് ഹെൽപ്പിംഗ് ഹാൻഡ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ദൈവമാണ് തരുന്നതെന്നാണ് പറയുന്നത്. പിന്നെയുള്ളത്, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാവണം. പടപ്പി തല്ലി അങ്ങനെയല്ലേ പറയുന്നത്, ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ് എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മൾ കാര്യം നേരെ പറയാതെ വളഞ്ഞ വഴിക്ക് പറയുമ്പോൾ മിക്കവാറും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് നാം പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് ഞാൻ എൻ്റെ ആഗ്രഹം പോലെ എൻ്റെ മനസ്സ് വായിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. അതിന്റെ ആവശ്യമില്ല. നേരെയുള്ള കാര്യങ്ങൾ നേരെ പറയുക, സ്പഷ്ടമായിട്ട് പറയുക. അവസാനത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ കാണാൻ, ഗേൾ ഫ്രണ്ടിനെ കാണാൻ പുതിയൊരു സ്ഥലത്തേക്ക് അവരുടെ താമസ സ്ഥലത്തേക്കൊക്കെ പോകേണ്ടി വന്നാൽ കുറച്ച് ശ്രദ്ധയോടെ പോകണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആയിരിക്കും പുതിയ സ്ഥലത്തേക്ക് പോകാൻ, പക്ഷെ കുറച്ച് ശ്രദ്ധ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഓക്കെ, ഈ വ്യക്തിക്ക് കുറെ പണനഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയോ ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോയതാണോ അതോ ഈ വ്യക്തിയെ ആൾക്കാർ ഉപേക്ഷിച്ചതാണോ എന്നറിയില്ല. വ്യക്തി ഇപ്പൊ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനാണ്. അപ്പോ അതുപോലെ തന്നെ
ഈ വ്യക്തി ഇപ്പൊ കൂടുതൽ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു സ്പിരിച്വലി ഒട്ടും അവെയർ അല്ലാതിരുന്ന ഒരു വ്യക്തിയാണിത്. പക്ഷെ ഇപ്പോ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവം സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ പോകുന്ന ഒരു വ്യക്തി, ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. അപ്പൊ ഇത് റിവേഴ്സ് അപ്രൈറ്റ് വന്നാല് ഇത് കുറെ നഷ്ടങ്ങളുടെ കാര്യമാണ് പറയുന്നത്. റിവേഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് വ്യക്തി പഴയ നഷ്ടങ്ങളിൽ നിന്ന് അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമവും വ്യക്തിയുടെ ജീവിതം നന്നായിട്ട് ഒരു പോസിറ്റീവ് സൈഡിലേക്ക് പോകാനും എല്ലാം ഈ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പോസിറ്റീവായ കാര്യങ്ങളാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണ് ഈ വ്യക്തി? ആ ഒരു എനർജിയിലാണ് വ്യക്തി. എന്താണ് ഈ വ്യക്തിയുടെ അവസ്ഥ? ഈ വ്യക്തി എന്തൊക്കെയോ കോഴ്സിനൊക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോ അതുപോലെ തന്നെ കഴിഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞത്? അപ്പൊ ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? അതിൽ എന്റെ കോൺട്രിബ്യൂഷൻ എന്തോരം ഉണ്ട്, മനസ്സിലായോ? അപ്പോ അങ്ങനെ ഒരു ചിന്ത, ആ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഈ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ ചതിയും വഞ്ചനയും ഉണ്ടായിരുന്ന ഒരു അവസാനമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ വ്യക്തി എന്നാലും ആ ഒരു റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആരുമായിട്ടാണ് ഈ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അറിയില്ല ഇവിടെ. പക്ഷേ ഈ വ്യക്തി ആ സിറ്റുവേഷൻ ഇപ്പോഴും കൈവിട്ടിട്ടില്ല എന്ന് പറയുന്നു. അവിടെ വളരെയധികം ഈ വ്യക്തി ആയിരിക്കാം മറ്റുള്ളവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്തത്, വാക്കിന് വ്യവസ്ഥയില്ലാതെ പെരുമാറിയത്. ഇവിടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ കുറവൊക്കെ ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക്. അപ്പൊ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് ഈ വ്യക്തി പുതിയ ഒരു മനുഷ്യനാകാൻ, സ്ത്രീയോ പുരുഷനോ ആകാൻ വേണ്ടിയിട്ട് ആ വേദനകളിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ. പക്ഷെ ആ അവസ്ഥ കൈവിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ ഓർമ്മകൾ ഇപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഈ വ്യക്തി ഇതിൽ നിന്ന്, ഈ പ്രശ്നങ്ങളിൽ നിന്ന് പാഠങ്ങൾ നല്ലോണം പഠിച്ചു. അതുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ജീവിത രീതിയും ഈ വ്യക്തിയുടെ മറ്റുള്ളവരെ നോക്കിക്കാണുന്ന ആ ഒരു രീതിയും പ്രതികരിക്കുന്ന രീതിയും എല്ലാം, ജീവിത രീതിയും എല്ലാം ഈ വ്യക്തി മാറ്റാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ചതിച്ചത് ഈ വ്യക്തിയാണോ, ഈ വ്യക്തിയെ ആരെങ്കിലും ചതിച്ചതാണോ എന്നത് അറിയില്ല. എന്തായാലും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഈ വ്യക്തി പുതിയൊരു മനുഷ്യനായ ഒരു സ്ത്രീയായി മാറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പോ ഒരു എന്താ പറയാ, ജീവിതത്തിന്റെ പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അപ്പോ കഴിഞ്ഞ കാര്യങ്ങൾ വളരെയധികം വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ സ്കോർപിയോ സോഡിയാക് സൈൻ ഉണ്ട്. ഒരു കുട്ടിയെ പോലെ, എന്ന് വെച്ചാൽ നേരത്തെ എന്ന് വെച്ചാൽ എടുത്തുചാട്ടമായിരുന്നിരിക്കാം, ഇപ്പൊ കുറച്ചൊന്ന് കൺട്രോൾഡ് ആയിട്ടുണ്ട്. അപ്പോ എടുത്തു ചാടിയാല് അവിടെ വലിയ ഗുണം ഉണ്ടാവാറില്ല ഫ്യൂച്ചറിൽ എന്ന ഒരു ബോധം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ പഴയ കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. എവിടെയാണ് തെറ്റുപറ്റിയത്, എന്താണ് ഞാൻ ചെയ്തത്, എന്താണ് ഇനി ചെയ്യാൻ പാടില്ലാത്തത്, ഇതൊക്കെയാണ് ഈ വ്യക്തി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു സ്കൂൾ കുട്ടിയെ പോലെയാണ് ഇപ്പൊ ഒരു ജീവിതത്തിന്റെ രണ്ടാം തുടക്കത്തിലേക്ക് ഈ വ്യക്തി പോകുകയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ വ്യക്തി മുമ്പോട്ട് പോകുകയുള്ളൂ എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇപ്പൊ ഈ വ്യക്തിക്ക് എന്താണ് ഫീലിങ്സ്? ഈ വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ഈ വ്യക്തിയെ വേദനിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ, ഈ വ്യക്തി ചില സമയത്ത് നമ്മളോട് ഒരാൾ സ്നേഹം പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശരിയാവില്ല ബന്ധം, എനിക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ലെവലിലല്ല ഈ വ്യക്തി എന്ന് കാണുമ്പോൾ ആ വ്യക്തിയുടെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളിപ്പോ കാണുമ്പോൾ ഇയാൾക്ക് വലിയ, സ്ത്രീ ആയാലും പുരുഷനായാലും അധികം വിദ്യാഭ്യാസമില്ല, അധികം പണമില്ല, സ്റ്റേറ്റസ് ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നി നമ്മളൊരു ബെറ്റർ ആളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാല്, മനസ്സിലായോ? ഈ വിദ്യാഭ്യാസവും പണവും എല്ലാം നമുക്ക് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. സ്റ്റേറ്റസ് ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരെ വളരെ ഇൻസൾട്ടിങ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറും. അപ്പൊ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളോട് ഈ വ്യക്തി, നിങ്ങൾ വളരെ കുറച്ചാണ് ഈ വ്യക്തിയെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഇനിയൊരു മുൻപോട്ട് പോക്കില്ല എന്നാണ് പറയുന്നത്. ഈ വ്യക്തി
അതില് നിങ്ങൾ ഇപ്പോ ഈ വ്യക്തിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം, ചിലപ്പോ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടാവും, ഫേസ്ബുക്കിൽ ഈ വ്യക്തി സെർച്ച് ചെയ്യുന്നുണ്ടാവാം, ഇൻസ്റ്റഗ്രാമിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തി അറിയുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് ഉള്ളിലൊരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരിക്കൽ വേണ്ടാന്ന് വെച്ചു, നിങ്ങൾ ഈ വ്യക്തിയെ ഉപദ്രവിച്ചു, നിങ്ങൾ പോയി, പക്ഷെ ഈ വ്യക്തി നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിലാണ് വ്യക്തി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബന്ധങ്ങൾക്ക് ഇപ്പൊ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താ പറയാ ഒരു സ്ഥാനമില്ല. ഇപ്പോ കൂടുതലും പൈസ ഉണ്ടാക്കാനും വിദ്യാഭ്യാസം നേടാനും അറിവുകൾ നേടാനും അതിനൊക്കെയാണ് ഈ വ്യക്തി ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. നിങ്ങൾ ഒരു അറിവുമില്ലാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. വെർഗോ പൈസീസ് സോഡിയാക് സൈൻ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഒരു അറിവുമില്ല, ഇൻറ്റ്യൂഷൻ ഇല്ല, ഒരാളെ അളക്കാനുള്ളതോ ഒരാളെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് വ്യക്തി പറയുന്നത്. അപ്പോ ഇത് ഈ വ്യക്തിയുടെ അഭിപ്രായമാണ്. അപ്പൊ വ്യക്തി പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയുടെ വിജയമാണ്. പക്ഷെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വ്യക്തി പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെർഗോ പൈസസ് ആണ് സോഡിയാക് സൈൻ. അപ്പോ എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇവിടെ ഭഗവാൻ? നിങ്ങൾ വളരെ മാനിപ്പുലേറ്റീവ് ആയിരുന്നു എന്നാണ് വ്യക്തി പറയുന്നത്. ജെമിനി സോഡിയാക് സൈൻ റിവേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി, പറഞ്ഞു പറ്റിക്കുക, വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരു എനർജി, എന്ത് പറഞ്ഞാലും കോമ്പറ്റീഷനിലേക്ക് കയറുക, എന്ത് പറഞ്ഞാലും വഴക്കുണ്ടാക്കുക, ആർഗ്യുമെന്റിലേക്ക് പോകുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളുടേതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ സ്വഭാവം മാറ്റണം എന്ന് പറയുന്നുണ്ട്. ആളുകളോട് വഴക്കടിക്കുകയും അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയും അവരെ കള്ളത്തരം പറഞ്ഞ് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയൊക്കെ ചെയ്യണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തിയെ ഇനി നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഭയങ്കര കോമ്പറ്റീഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഏതു നേരവും വഴക്കായിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത് നിങ്ങൾ തമ്മില്, നിങ്ങളുടെ കഥയാണിത്, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ ജെമിനി സോഡിയാക് സൈൻ, ഈ വ്യക്തിക്ക് ശരിക്കും നിങ്ങളോടുള്ള ഇമോഷണൽ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. വ്യക്തി പറയുന്ന നിങ്ങൾ ഈ വ്യക്തിയെ ബ്ലാക്ക് മാജിക് എന്തോ ചെയ്ത പോലെ, സ്പെൽ ലവ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വ്യക്തിയെ ഇപ്പൊ ചിലപ്പോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം ഈ വ്യക്തിയെ. പക്ഷെ ഈ വ്യക്തി പറയുന്ന ഞാൻ ഫ്രീ ആണ്, ഞാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇതിൽ നിന്ന് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്, തിരിച്ചൊരു വരവ് ഉണ്ടാവില്ല. ഇപ്പൊ നോക്ക്, ക്വീൻ ബി ഇതെന്ന് വെച്ചാൽ ഈ കരിയർ ഫോക്കസ്ഡ് ആണ് ഈ വ്യക്തി. ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ഇതിനകത്ത് കണ്ട പോലെ, ടാരോ റീഡിംഗിൽ കണ്ട പോലെ വ്യക്തിയുടെ സക്സസ്ഫുൾ ആയ ഒരു ഫ്യൂച്ചറിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ഇനി ബന്ധങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്നാണ് പറയുന്നത്. ഈ വ്യക്തി ഇതിൽ നിന്ന് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങള് മാജിക് എന്താ പറയാ, നിങ്ങൾ സ്പെല്ലൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ വ്യക്തി തിരിച്ചു വരാൻ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതൊരു വേറെ കാര്യമാണ് കേട്ടോ. നമ്മളിപ്പോ തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി നമ്മള് മാനിഫെസ്റ്റേഷൻ സ്പെല്ലും അതല്ലാതെ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്താൽ അത് തിരിച്ചടിക്കും. അപ്പൊ ഈ വ്യക്തി അതൊന്നും ആഗ്രഹിക്കും. നിങ്ങൾ ബ്ലാക്ക് മാജിക് ആയിരിക്കില്ല ചെയ്യുന്നത്, സ്പെല്ല് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും ഈ വ്യക്തിയെ, പക്ഷെ അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം.